ഹലോ, നമുക്കൊരു സ്റ്റോറേജ് ബോക്സ് ഉണ്ടാക്കാം. ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് സ്റ്റോറേജ് ബോക്സ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഞാനിങ്ങനെ കാർഡ്ബോർഡ് പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാ പീസസും സ്റ്റിക്ക് ചെയ്തിട്ട് അതിൻ്റെ സൈഡ്സൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഈ കോർണേഴ്സൊക്കെ കട്ട് ചെയ്തെടുക്കുക. നേരത്തെ ഞാൻ കട്ട് ചെയ്തപ്പോൾ പറയാൻ വിട്ടതാണ്, ഈ കോർണേഴ്സ് ഇതേപോലെ ഒരു കട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. ഇതേപോലെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക കോർണേഴ്സ് വരുമ്പോൾ. എല്ലായിടത്തും സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇങ്ങനെ ഒരു സ്റ്റാമ്പ് വെച്ചിട്ട് ഹാർട്ടിൻ്റെ ഷേപ്പ് അങ്ങനെ സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കിയ സ്റ്റാമ്പാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ഞാൻ സ്റ്റാമ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കോർണേഴ്സ് മാത്രം, ഈ സൈഡിലുള്ള ഭാഗങ്ങൾ മാത്രം നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ഗ്ലൂ ആണ് എടുക്കുന്നത്. അത് പെട്ടെന്ന് റെഡി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് എടുത്തിട്ടുള്ളത്. ഫെവിക്കോളാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതെന്തെങ്കിലും റബ്ബർ ബാൻഡോ സ്ക്രഞ്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് വെക്കേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് തന്നെ പോരും. അപ്പോൾ ഞാൻ എല്ലാവരും ഒട്ടിച്ച് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതേക്ക് സ്റ്റിക്കേഴ്സ് ഇടാം. ഇത് ഈ ഫസ്റ്റിൽ ഇതൊരു അടയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് വെയിറ്റ് ഇങ്ങനെ വെച്ചപ്പോൾ അതങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും അതേപോലെ ചെയ്ത് നോക്കാം.